ഈദ് ഹോളിഡേയ്സിൽ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോയത് സ്കേറ്റിംഗ് പാർക്കിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അന്നത്തെ ദിവസത്തെ തിരക്കൊന്ന് നോക്കി, പാർക്കിംഗ് ഇടാൻ പോലും സ്ഥലം കിട്ടുന്നില്ല. ആമികുട്ടി തുള്ളി തുള്ളി പോകുന്നത് വേറൊന്നല്ല കേട്ടോ, ആദ്യമായിട്ട്. അതായത് ഇപ്പം മാമനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്കേറ്റിംഗ് ഷൂ. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ആകാംക്ഷയിലാണ് കുട്ടി പോകുന്നത് കേട്ടോ. പിന്നെ അതുമല്ല, അവളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പാർക്കിലൊക്കെ പോയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതിലൊക്കെ കളിച്ചിരുന്നു കേട്ടോ. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ തണുപ്പും കൂടി ആയ കാരണം അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ചൊരു മടി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്കേറ്റിംഗ് പാർക്കല്ലേ, കുറേ പേര് അവിടെ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിൽ കളിക്കുമ്പോൾ ആമികുട്ടിയും പണ്ട് വന്ന സമയത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. പണ്ട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവൾ നന്നായിട്ട് ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കുകയായിരുന്നു. ഇത്തവണ അവൾക്ക് കുറച്ച് മടിയുണ്ട്. എന്നുവെച്ചാൽ തണുപ്പുള്ള സമയമാണ്, പിന്നെ വെള്ളത്തിനും നല്ല തണുപ്പുണ്ട്. ആമി പറയുന്ന ഐസ് വാട്ടറാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നോ. അപ്പോൾ അത് കാരണം കുറച്ച് പിന്നെ കിത്തുവിനത് ശീലമായതുകൊണ്ട് കിത്തു വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല. കുറേ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളടക്കം വെള്ളത്തിൽ നിന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് തന്നെ തോന്നും ഇവർക്ക് തണുക്കുന്നൊന്നുമില്ലായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. ആമിയുടെ ഡ്രസ്സൊന്നും അധികം നനഞ്ഞിട്ടില്ല, തണുപ്പുകൊണ്ടുള്ള ഒരു ഇതാട്ടോ. കുറച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉള്ളതങ്ങ് ശീലമായിക്കോളും. കിത്തു പിന്നെ ആകെ നനഞ്ഞ് തല നനയ്ക്കരുതെന്ന് കിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ കിത്തു പറയാം അതൊക്കെ ചിലപ്പോൾ കളിക്കുമ്പോൾ നനഞ്ഞൊന്നിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയി നിന്നാണ്. ഫുൾ മുങ്ങി കുളിച്ചിട്ടാവും നിൽക്കുന്നില്ലേ. കണ്ടോ, കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. അവർക്കൊന്നും ഒരു തണുപ്പുമില്ല. അവരൊക്കെ ഇതിലങ്ങ് എന്താ പറയുക, വെള്ളം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ അവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്തൊരു ഏരിയ ഇതാണ് കേട്ടോ. സ്കേറ്റിങ് ഇഷ്ടമാണ്, പക്ഷേ എന്നാലും വെള്ളത്തിൽ കുട്ടികൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ ഇവിടുന്ന് വിളിച്ചിട്ടും കയറുന്നില്ല, ഇവിടെ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. വായു പോവാം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അവരവിടെ ആ വെള്ളത്തിലങ്ങ് ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും നല്ല തിരക്കാണ്. ഞങ്ങൾ വരുമ്പോൾ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം തിരക്ക് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കൊണ്ട് ഒരു 7-8 മണിക്ക് ആയപ്പോഴത്തേനും നല്ല തിരക്കായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. സ്കേറ്റിംഗ് ഇവർ ആദ്യം ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കിയുള്ളൂ, ഡ്രസ്സൊക്കെ മാറണ്ടേ. അപ്പോൾ സ്കേറ്റിംഗ് കഴിഞ്ഞു, പിന്നെ വെള്ളത്തിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങാനായിട്ട് പോയി. അപ്പോൾ അവിടെ തന്നെ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ ഒരു സാധനം കേട്ടോ. എന്തോ ഒരു മാവ് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് അതിൻ്റെ പിന്നെ ഹണിയൊക്കെ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ പൊട്ടാറ്റോടെ ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇത് നല്ല ചൂടാണ്, അത് കാരണം ഞാൻ നുള്ളി കഴിക്കാം കേട്ടോ. ആമികുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട്, കിത്തുവിനൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. കുറേ മരങ്ങളും ചില നല്ലൊരു സ്ഥലം കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട്. മോർണിംഗിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അധികം വെയിലും അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. നമ്മൾ പോയത് നൈറ്റിലാണ്, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പക്ഷെ എന്നാലും കാണാനൊക്കെ നല്ല രസമുള്ള, ഇരുന്ന് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ പറ്റിയ കുറേ സ്പേസുകളുണ്ട്. നല്ല സ്ഥലം കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഫുഡിൻ്റെ കുറേ കണ്ടെയ്നർ പോലെയൊക്കെ ഉണ്ട്. ഇത് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് ആയിരുന്നു. ഇവിടെ നിന്നിട്ടൊക്കെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ഏരിയയാണ്. ആമികുട്ടീനെ പിടിച്ച് നിർത്തിയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കുക എന്താണെന്നറിയില്ല, കുട്ടികൾക്ക് പൊതുവെ ഇത്തിരി മടി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആമി അതിൻ്റെ ഉസ്താദാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ തീരെ വരില്ല, വീഡിയോ എടുക്കാൻ ഒട്ടും വരില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പാർക്കിങ്ങിൻ്റെ അവിടേക്ക് ആയിട്ടാണ് ഇതുപോലത്തെ കുറേ കണ്ടെയ്നറുകളുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഫുഡ് നമുക്ക് അവിടെ തന്നെ, അതായത് കണ്ടെയ്നറിൻ്റെ ഫ്രണ്ട് എത്തുന്നതിന് തൊട്ട് മുന്നേയായിട്ട് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അവരത് ലാസ്റ്റിൽ നമുക്ക് സെർവ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, അവിടെ നിന്നാണ് ഫുഡ് അവർ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യാം, പിക്കപ്പ് എന്നുള്ളിടത്ത് പോയിട്ട് നമ്മൾ വാങ്ങിക്കാം. അങ്ങനെയാണ് ഇവിടെ. അങ്ങനെ ഫുഡിൻ്റെ കുറേ കണ്ടെയ്നേഴ്സ് അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഹോട്ടൽ പോലെ തന്നെ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ KFC കഴിക്കാമെന്ന് വിചാരിച്ചു. KFC കഴിക്കാനായിട്ട് ഞങ്ങൾ കുറേ സ്ഥലം, ഒരു 3-4 സ്ഥലത്ത് പോയി. സിറ്റി സെൻറ്റർ അടക്കം പോയിട്ട് ക്യൂ നിന്ന് കിട്ടാതെ ഇപ്പോൾ അവസാനം ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ളൊരു KFCയുടെ അവിടെ കയറിയിട്ട് നമ്മളൊരു ഫാമിലി പാക്കാണ് ഓർഡർ ചെയ്തത്. അത് പെട്ടെന്ന് കിട്ടിയിട്ടോ, അധികം ക്യൂ നിൽക്കേണ്ടിയും വന്നില്ല. അതുപോലെ തന്നെ ഓർഡർ ചെയ്ത സാധനം കിട്ടാനും അധികം സമയം എടുത്തില്ല. പെട്ടെന്ന് ഒന്നാമത് ഇവരൊക്കെ നന്നായിട്ട് വിശന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആമികുട്ടിക്ക് എപ്പോഴും KFC കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ചിക്കൻ്റെ കാലാണ് കേട്ടോ ഇഷ്ടം. കിത്തൂനും അതെ, കാലിൻ്റെ ആളാണ് രണ്ടുപേരും. പിന്നെ നമുക്ക് 2-3 ടൈപ്പ് സോസ് ഉണ്ടായിരുന്നു, സ്പൈസി ബാർബിക്യൂ സോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ചിക്കൻ കാല് കിട്ടിയെങ്കിലും ആമികുട്ടിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല, നല്ല തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈദ് ഡേ വിശേഷങ്ങൾ.